ഇറാൻ എന്നെങ്കിലും തങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമോ എന്ന ഭയപ്പാടിലായിരുന്നു നാളിതുവരെയും ഇസ്രയേൽ മാത്രമല്ല, ഇസ്രയേലിനെ താങ്ങി നിർത്തുന്ന അമേരിക്കയ്ക്കും അതായിരുന്നു ഏറ്റവും വലിയ സന്ദേഹം. എന്നാൽ ഇസ്രയേൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ നീക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇറാൻ. റഷ്യയുടെ കൂടി സഹായത്തോടു കൂടി ഇറാൻ ശക്തമായിട്ടുള്ള ആണവ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ്. ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെച്ചു. അതുകൊണ്ട് ഇനി ഇറാനെ പേടിക്കുകയേ വേണ്ട എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. ഇസ്രയേലിൻ്റെ ഉരുക്ക് ഡോമുകൾ ഭേദിക്കാൻ ഇറാൻ ആണവായുധത്തിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല. ഇറാന് ഖത്തറിലുള്ള അമേരിക്കൻ എയർബേസ് തകർക്കാനും ആണവായുധത്തിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല. പക്ഷേ ഇനി ഇസ്രയേലിനെ മൊത്തത്തിൽ മുച്ചൂടെ മുടിക്കാൻ ഇറാൻ ഒരു ആണവായുധം ഉണ്ടെങ്കിലേ മതിയാവൂ എന്നാണെങ്കിൽ അത് നൽകാനും അതിന് ഏകപക്ഷീയമായ പിന്തുണ കൊടുക്കാനും റഷ്യയും ബെലാറസും അടങ്ങിയ രാജ്യങ്ങൾ ശക്തമായി മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖത്തർ അടക്കം ഗൾഫ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ഇന്ന് ഇറാനോടൊപ്പം ഏകപക്ഷീയമായി നിൽക്കുന്നു. അവർ തിരിച്ചറിയുന്നു യഥാർത്ഥ ശത്രു ആരായിരുന്നു എന്നുള്ളത്. അമേരിക്കയുടെ നിലപാടുകളെ പോലും ഒരു രീതിയിലും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് വെടിനിർത്തൽ കരാർ തുടരെ ലംഘിച്ച് 500-ലധികം തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് നിറയൊഴിക്കുന്ന ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് അവിടെ വംശഹത്യ പരിപൂർണമാക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേലിനോട് ഇനി ഒരു രീതിയിലുള്ള സന്ധിയും സംഭാഷണത്തിൻ്റെയും ആവശ്യമില്ല. ആയുധത്തിന് ആയുധം കൊണ്ട് തന്നെയായിരിക്കും മറുപടി കൊടുക്കുക. വിജയത്തിൽ പൊതിഞ്ഞ പരാജയമാണ് യുദ്ധം. ഒരിക്കലും ഒരു യുദ്ധവും ആത്യന്തികമായി ഒരു വിജയിയെയും സൃഷ്ടിക്കുന്നില്ല. എന്നാൽ ഫലസ്തീനുകാരെ മുഴുവൻ ഉന്മൂലനം ചെയ്ത് ഇസ്രയേൽ അങ്ങനെ സുഖിച്ച് ജീവിക്കാം, ഇസ്രയേലുകാർക്ക് അങ്ങനെ സമാധാനത്തോടെ ജീവിക്കാം, ഇസ്രയേലിൽ മാത്രം ഫലഭൂയിഷ്ടമായ മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെങ്കിൽ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഖമനേയി ആണവായുധത്തിന് കോപ്പ് കൂട്ടുകയാണ്. അതിന് റഷ്യയുടെ എല്ലാ രീതിയിലുള്ള സഹായവും ഉണ്ടാകും എന്നത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഖമനേയി ഇത്രയും നാളും നിന്നത്. റഷ്യ ഉക്രൈനുമായുള്ള പോരാട്ടത്തിനൊടുവിൽ ഉക്രൈൻ്റെ ടെറിട്ടറികൾ പലതും പിടിച്ചെടുക്കാൻ ഒടുവിൽ അമേരിക്ക പോലും ഉക്രൈനോട് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. ഞങ്ങൾ മുന്നോട്ട് വെച്ച 28ഓളം കരാറുകൾ അത് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏകപക്ഷീയമായി നിങ്ങൾക്ക് ആയുധം സപ്ലൈ ചെയ്യില്ല, നിങ്ങൾക്ക് നൽകി വരുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കും. അത്തരത്തിൽ ഭയപ്പാടുണ്ടാക്കുന്ന രീതിയിൽ, അതായത് ഉക്രൈൻ ഇനി ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. അതിന് ഒരു പരിധിവരെ ഇറാൻ്റെ അവസാനഘട്ട സഹായമുണ്ടായിരുന്നു. ഇറാൻ്റെ തദ്ദേശീയ ഷഹീദ് മിസൈലുകളുടെ എല്ലാ രീതിയിലുള്ള സഹായവും റഷ്യയ്ക്ക് പിന്തുണയേകി. അതുപയോഗിച്ച് തന്നെയാണ് ഷഹീദ് ഡ്രോണുകൾ ഉപയോഗിച്ച് തന്നെയാണ് റഷ്യ ഏറ്റവും ഒടുവിൽ പല സെൻറ്ററുകളും ഉക്രൈൻ്റെ പല സെൻറ്ററുകളും പിടിച്ചെടുത്തത്. അങ്ങനെയുള്ള ഇറാന് അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള ആണവ സജ്ജീകരണം, ആണവായുധം ഉപയോഗിക്കാൻ എല്ലാ രീതിയിലുള്ള സാഹചര്യവും ഒരുക്കുമെന്ന് തന്നെയാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉറപ്പിച്ച് വാക്കുകൊടുത്തിരിക്കുന്നത്.